أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, ബഹുമാനപ്പെട്ട മുതബ്ബിറുൽ ആലം മടവൂർ മഹാനര് അവരുടെ കറാമത്തുകൾക്ക് അറ്റമില്ലെന്ന് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്. അതിന് അറ്റം കാണാറില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് 1000 കറാമത്തുകൾ പറയാനുണ്ട്. സാധുവാൻ്റെ തന്നെ ഞാൻ കണ്ട് തന്നെ ഒരുപാട് പറയാനുണ്ട്. അതിലൊന്ന് ഇപ്പോൾ ഞാൻ പറയട്ടെ. ഞാൻ ആദ്യമായി മഹാനരെ കാണുന്നത് എൻ്റെ 7 വയസ്സോ 8 വയസ്സോ ആണ്. 2-ലോ 3-ലോ ആണ് മദ്രസയിൽ പഠിക്കുന്നത്. ഈ സമയത്താണ് എൻ്റെ പെങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത് അവർ വന്ന് താമസിച്ചിരുന്നൊരു വീട്ടിൽ. അങ്ങനെ അവിടെ വന്നെന്ന് കേട്ടപ്പോൾ എൻ്റെ പെങ്ങളൊക്കെ കാണാൻ പോയ കൂട്ടത്തിൽ ഞാനും പോയി. ഞാൻ ചെറുപ്പക്കാരനാ, കുട്ടിയാവുമ്പോൾ അങ്ങനെയാണല്ലോ, കൂടെയാണല്ലോ പോയി അടുത്തു ചെന്നു. പെങ്ങളെ കണ്ടപാട് ചോദിച്ചു. ചുമലിൽ ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്, ചെറിയ മോളുണ്ട്. 2 വയസ്സോ 1.5 വയസ്സോ മറ്റേ ഉള്ളൂ. ചുമലിൽ കുട്ടിയെ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ പെങ്ങളോട് ചോദിച്ചു, ഇത് ആൺകുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം പെങ്ങൾ കരഞ്ഞുപോയി. എനിക്ക് ആൺകുട്ടികളില്ല, പെൺകുട്ടികളെ ഉള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞു. സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളുടെ മനസ്സ് ഒരു ലോല മനസ്സായതുകൊണ്ട് അതങ്ങനെയാണല്ലോ. സ്വാഭാവികമായിട്ടും എൻ്റെ മക്കളുടെ മനസ്സോ ലോല മനസ്സാണ്, കരഞ്ഞുപോയി. ഉടനെ പറഞ്ഞു, എന്നാൽ ഇനി ആൺകുട്ടി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനും ചോദിച്ചു. ഞാൻ കുട്ടിയാണെങ്കിലും അങ്ങനെയാണല്ലോ. ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ പുറം ഒഴിഞ്ഞിട്ട് പറഞ്ഞു പഠിക്കും. അപ്പം ഏതായാലും ഞങ്ങൾ പോന്നു. ഞാൻ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത് പിന്നെ കണ്ട അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളത് പോകണം തന്നെ പറയണമല്ലോ എന്ന് കരുതിയിട്ടാണ് വന്നു. അടുത്ത പ്രസവം പെങ്ങൾക്ക് ഒരു മോനാണ്ടായിരുന്നു. അങ്ങനെ ആ പ്രസവമൊക്കെ കഴിഞ്ഞ് 2 വർഷമോ മറ്റോ ആയരാണ് കാണാൻ പോകുന്നത്. എന്തോ ഒരു വിഷയത്തിൽ കാണാൻ പോയ വിഷയം വേറൊന്നാണ്. വീടില്ലാത്ത കാരണം കൊണ്ട് കാണാൻ പോയത്. 2 വർഷം മറ്റോ ആയരാണ് കാണാൻ പോയത്. അപ്പോൾ കാണാൻ പോയ സമയത്ത് പിന്നെ കോഴിക്കോട് ചെന്ന് കാണാൻ പോയപ്പോൾ അവിടുന്ന് തോളിലൊരു കുട്ടിയുണ്ട്. ഇതെൻ്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വാങ്ങി. എന്നിട്ട് അവിടുന്ന് മാതാപിതാക്കൾ എന്ത് പേരാട്ടെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കൂടെ ബഷീർ ചേർത്തി വിളിച്ചോളൂ എന്നാണ്. ആ കുട്ടി ഇപ്പോഴും അവനെപ്പോഴും ഉണ്ട്. പെങ്ങൾ മരിച്ചുപോയി. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന ഒന്നുണ്ട്. എന്തിനും മാറ്റത്തിരുത്തുകൾക്ക് കഴിവുള്ള അധികാരമുള്ള മഹാൻ. അതുകൊണ്ടാണല്ലോ ഞാനായി തീരുമെന്ന് അള്ളാഹു തആല പറഞ്ഞു. ഞാൻ അള്ളാഹ് എന്ന് മഹാനരും പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. അധികാരമുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ഞാൻ അന്ന് തന്നെ കേട്ടിട്ടുണ്ട്. വയറ്റിലുണ്ട്, ഞാൻ ആൺകുട്ടിയാക്കിയിരിക്കുന്നു, അല്ല ഞാൻ പെൺകുട്ടിയാക്കിയിരിക്കുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് പല ആളുകളെയും പിന്നെ സഹായിച്ചു കൊടുത്ത ഒന്ന്. സങ്കടം പറയുമ്പോൾ അത് മാറ്റിക്കൊടുക്കുന്നു. അത് വയറ്റിലുള്ള കുട്ടി എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന കുട്ടിയുടെ കഥയാണ് എൻ്റെ പെങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടുന്ന് ചെയ്ത കറാമത്തിന് കണക്കും കയ്യും ഇല്ല. മഹാൻ്റെ തർബീയത്തിലായി, മതത്തിലായി ജീവിച്ചു കിട്ടണം. ഈ ഒരാഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ പൊരുത്തത്തോടു കൂടെയുള്ള ഒരു മരണം കിട്ടണം. അവിടുത്തെ പൊരുത്തം കിട്ടിയാൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടും, യാതൊരു സംശയവുമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടിയാൽ അള്ളാഹിൻ്റെ ലിഖാ ഉറപ്പായി. ഇതിൻ്റെ മേലെ എന്ത് വേണം ഒരു മനുഷ്യന് പ്രപഞ്ചത്തിൽ? നമുക്കൊരു 12,000 കോടി വജ്രഭൂമിയായിട്ടുണ്ടായി നിൽക്കുക. മരിക്കുന്നത് വരെ കണക്ക് കൂട്ടുന്ന പണിയല്ല ഉണ്ടാകുക.
ഇത് ലെവലാക്കി കൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം. അവസാനം അസ്രായീൽ അലൈഹിസ്സലാം വന്ന് അട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ ഇതിൻ്റെ മുതലിൻ്റെ ആൾ മാറിയിട്ടില്ലേ, അത് വിചാരിച്ച് ബിസിനസ് നടത്തണ്ട എന്നല്ല, നടത്തണം. അത് ഈ മഹാൻ്റെ പൊരുത്തത്തോടുകൂടെ ആയി കിട്ടിയാൽ ആദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിലാവും. അപ്പോൾ എന്തുണ്ടാവും? ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന സമ്പത്ത് നമ്മൾ ഹൈറായ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ ചാൻസ് കിട്ടും. ഇവിടെ വിഷയം ഒന്ന് വേറുണ്ട്. നമുക്ക് ബിസിനസ്സിൽ കുറേ സമ്പത്തുണ്ടായി ചെലവഴിച്ചത് ഹറാമിലൂടായി പോയാൽ നമുക്ക് നാളെ കരിമൂർഖനായിട്ട് തിരിച്ചു വരും. എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് ഹറാമിലൂടെയാണ് ഹൈറിലേക്ക് ചെലവഴിച്ചു എന്നാലോ അതും കരിമൂർഖനായിട്ട് തന്നെ വരാനുള്ളത്. അപ്പോൾ ഇത് രണ്ട് കാര്യം യോജിച്ചു വരണം. ഒന്ന് ഹൈറായ മാർഗത്തിലൂടെ ഉണ്ടാവണം, അത് ഹൈറായ മാർഗത്തിലൂടെ തന്നെ ചെലവഴിക്കപ്പെടുകയും ചെയ്യണം. ഇതിനാണ് തൗഫീക്ക് വേണ്ടത്. ഇത് കിട്ടാൻ മഹാന്മാരായ ആരിഫീങ്ങളായ ഔലിയാക്കളുടെ തർബിയത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മെ നിയന്ത്രിക്കും. ആവശ്യമില്ലാത്തതിലേക്കൊന്നും പറഞ്ഞയക്കൂല. പട്ടിണിയാണോ പട്ടിണി, ബിസിനസ് നടക്കുന്നുണ്ടോ ബിസിനസ് നടക്കുന്നുണ്ട്, ബിസിനസ് നടന്ന സമ്പത്ത് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട്, അത് ഹൈറായതിലേക്ക് തന്നെ അവർ തിരിച്ചയക്കുകയും ചെയ്യും. ഹൈറിലൂടെ അല്ലാതെ കാര്യം നടക്കൂല. ഇനി ചില ആളുകൾ വെച്ചു എന്ന് വെക്കുക, അവരുടെ മരണാനന്തരം അത് ഹൈറിലേക്ക് പോവും. അപ്പം അതുകൊണ്ട് അവിടുത്തെ പൊരുത്തത്തിലായി ജീവിച്ച് കിട്ടാൻ ആഗ്രഹമുണ്ട്. ഈ ഫക്കീറിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്ത് സലാമത്തിലാക്കി തരണേ. നിങ്ങളുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അപ്പോൾ നമുക്കത് ഉപകാരപ്രദമായി കിട്ടും. ഇത് യാചിക്കുന്നു. നിർത്തട്ടെ.